അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇനി എന്റെ സ്വന്തം മോഡൽ ഇത് കുത്തിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. മോഡലിലൂടെ നേരെ നോക്കാൻ പറഞ്ഞിട്ട് നോക്കുന്നേ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ കളിക്കാൻ കൊടുത്തതിന് ക്രീമിലൊക്കെ കൈയിട്ട് ഫുൾ അലമ്പാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കൂടെ കാണാം. കുറച്ച് നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഒരു സംഭവം പിൻട്രസ്റ്റ് കണ്ടപ്പോ തന്നെ ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 years ബാക്ക് അങ്ങാണ്ട് എടുത്തു വെച്ചേക്കുന്നതാണ്. അതിന്റെ ഒരു സാഹചര്യം സമയമൊക്കെ ശരിയായി വന്നു. അപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ അല്ലെ, ഫാബ്രിക് നമ്മൾ 8 centimeterൽ 4 ആയിട്ട് മടക്കിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല. ആദ്യം കുറച്ചൊരു മാർക്കിംഗ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളയുന്നത് മുഴുവനായിട്ട് തുന്നിയതിന് ശേഷമാണ് കേട്ടോ. എന്നിട്ട് നൂല് നമ്മൾ 2 ഭാഗത്തുനിന്ന് വലിച്ചിട്ട് ഇതേപോലെ ഫ്രിൽസ് ആക്കി ഉണ്ടാക്കി വെക്കുക. പിന്നെ നമ്മളൊന്ന് വളച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലത്തെ ഷേപ്പിൽ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ആ സെന്റർ പാർട്ടിൽ വെച്ച മിനി മൗസിന്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ കോപ്പി ആപ്പ് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ഞാനത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്ലാക്ക് ഗ്ലിറ്റർ ഷീറ്റിലേക്ക് അത് വരച്ചു കൊടുത്ത് എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ മിന്നിന്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ കുഞ്ഞു ബോയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അത് ഞാനൊരു റെഡ് ഗ്ലിറ്റർ ഷീറ്റിലാണ് അത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആ ബോയിന്റെ ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി വേണമെങ്കിൽ നടുവ് കൂടെ ഒരു ചെറിയൊരു കഷ്ണം കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ബോ ആയി കിട്ടും കേട്ടോ. ഇനി നമുക്കൊരു ഫെവി ബോണ്ട് വെച്ചിട്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രിൽസ് ആക്കി എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഫാബ്രിക് 2 സൈഡും കൂടെ കൂട്ടി കെട്ടി കൊടുക്കണം. അപ്പൊ ഇതേപോലെ ഒരു റൗണ്ടിൽ കിട്ടും കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മിനി മൗസിനെ അതിന്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ. അതിന് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് B7000 ഗ്ലൂ ആണ് കേട്ടോ. ഇനി നമുക്ക് ആ നെറ്റിന്റെ ഭാഗം കുറച്ചുകൂടി റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് എക്സസീവ് പാർട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി.